നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. ഇന്ന് ഒരുപാട് പേര് ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ കണ്ടിട്ടുള്ളവർ കരം ഉയർത്തി സ്തോത്രം ചെയ്തേ. കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ചിലര് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്ങനെയെന്നറിയണ്ടേ? ഭൂതം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആ ഭൂതത്തെ എല്ലാം കൂടി വേറൊരു ശരീരത്തിലേക്ക് കൊണ്ടുവരും. സ്തോത്രം പറഞ്ഞില്ല. അപ്പൊ രണ്ടുപേരും ഭൂതം പിടിച്ച് മാറും. പിന്നെ എല്ലാവരുടെ കാര്യമല്ല, നല്ല ആത്മാവുള്ളവർ ഇത് കേൾക്കണം. കാരണം വേറെ ആത്മാവുള്ളവർ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഈ നല്ല ആത്മാവുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് 2-3 പേരെ അറിയാം. അവർ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ചിലർ കൈ പോലും വെക്കത്തില്ല ശരീരത്തിൽ. അവരുടെ പുറകിൽ നിൽക്കുന്ന അവർ കൊണ്ടുവരുന്ന ആത്മാവിനെ ആദ്യം അങ്ങ് ഈ ശരീരത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റൊരു ശരീരത്തിൽ കയറ്റിയിട്ട് ആ ഭൂതം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടത്തും. ഇങ്ങനെയാണോ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആദ്യമായി സ്നാനം കഴിഞ്ഞ് തിരശീലയുടെ മറവിൽ മറഞ്ഞിരുന്ന ഭൂതത്തെ യേശു പുറത്താക്കിയത് മറ്റൊരു ശരീരത്തിൽ കയറ്റിയിട്ടല്ല, അവൻ പറഞ്ഞു കൊടുക്കുന്ന ദുരാലോചന കേട്ടല്ല യേശു പുറത്താക്കിയത്. സാത്താനെ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം. നിന്റെ മേൽ അത്തരത്തിലൊരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ശരീരത്തിൽ കയറ്റണ്ട. നിന്റെ നാവ് തുറന്ന് നിനക്ക് ദൈവം തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട്, അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നീ സാത്താനോട് കൽപ്പിച്ചാൽ അവൻ ആ ശരീരം വിട്ട് ഇറങ്ങുക. അവൻ ഒരവകാശവും പറയത്തില്ല. ഇന്ന് പകലിൽ നല്ലതിനെ ഓർത്ത് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ചിലർ ഇത് കേൾക്കാൻ ചെന്ന് ഇരുന്ന് കൊടുക്കുക. സ്തോത്രം. ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കാര്യത്തിലാണ് കഷ്ടം. സത്യം അറിഞ്ഞിട്ട് ചെന്നങ്ങ് ഇരുന്ന് കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പുസ്തകം പഠിക്കണം. ഇവിടെ പറയുന്നു ബാൽസലൂബിനെ കൊണ്ട് ആ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന്. സ്തോത്രം. യേശുവിനോട് അത് പരീക്ഷിച്ചു. യേശു അത് വചനപ്രകാരം തെളിയിച്ചു. യേശു അത് പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചു കൊടുത്തു. ലൂക്കോസ് 11:15 മുതൽ ഒന്ന് വായിച്ചേ. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിച്ചു. ആകാശത്ത് നിന്ന് ഒരടയാളം അവനോട് ചോദിച്ചു. അവൻ അവരുടെ വിചാരം അറിഞ്ഞു. അവരോട് പറഞ്ഞത് തന്നിൽ തന്നെ ചിത്രിച്ച രാജ്യമല്ല പാഴായി പോകും. വീണ്ടും ഓരോന്നും വീഴും. സാത്താനും തന്നോട് തന്നെ ശത്രുച്ചുവെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അടുത്ത് ബെൽസബൂലിനെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കും? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായവിധികളാകും. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. മതി. മറഞ്ഞിരുന്ന ഭൂതത്തെ ഒരപ്പൻ മകനെയും കൊണ്ട്, ചന്ദ്രലോകത്താൽ പിടിക്കപ്പെട്ട ഒരു മകനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവരകത്ത് കയറിയ ഭയം മുഖാന്തരം അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നു. കർത്താവ്
കർത്താവ് പറഞ്ഞു, സാത്താനെ ഈ കുഞ്ഞിനെ വിട്ട് പുറത്തേക്ക് പോകാം. അപ്പോൾ തന്നെ അവൻ പുറത്തേക്ക് പോയി. ദൈവം തന്ന അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ അത് സംഭവിക്കുക. കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായി മറഞ്ഞിരുന്ന ശക്തിയെ ദൈവത്തിനൊറ്റ നിമിഷം കൊണ്ട് അത് പുറത്താക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ കുടുംബത്തിലോ നിന്റെ തലമുറയിലോ നിന്റെ ദേശത്തിലോ ഈ സാത്താന്റെ മണ്ഡല ഒരിക്കലും വിജയിക്കത്തില്ല. കാരണം നീ ഭൂമിയിലുള്ള ദൈവങ്ങളെയല്ല സേവിക്കേണ്ടത്, ഉയരത്തിലിരിക്കുന്ന ദൈവത്തെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ. അല്ലെങ്കിൽ നീ ചെയ്യാൻ തയ്യാറായാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ.